നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ദക്ഷിണേന്ത്യയിൽ BJPക്ക് വലിയ വേരോട്ടമില്ലെങ്കിലും തെലങ്കാനയിൽ പടിപടിയായി അവർ ഗ്രാഫ് ഉയർത്തിക്കൊണ്ടുവരികയാണ് എന്ന് കൃത്യമായി കോർ കമ്മിറ്റിയിൽ ചർച്ച നടക്കുകയാണ്. നോക്കൂ, തെലങ്കാനയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8ഓളം സീറ്റുകൾ ജയിച്ചു കയറി. ഭൂരിപക്ഷം വലുതല്ല എങ്കിൽ പോലും കിഷൻ റെഡ്ഡി അടക്കം 8 ലോക്സഭാ സാമാജികർ തെലങ്കാനയിൽ നിന്നുള്ളവരാണ് എന്നുള്ളത് കോൺഗ്രസ് മറന്നുകൂടാ എന്നുള്ള കാര്യം രേവന്ത് റെഡ്ഡി ഓർമ്മിപ്പിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വം തെലങ്കാനയിൽ പരിപൂർണമായും തൻ്റെ കാര്യങ്ങൾ എല്ലാം, അതായത് കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും തെലങ്കാനയിൽ ചില കാര്യങ്ങളിൽ നേരിടുന്ന അപജയത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും അത് സംസാരിക്കാത്ത പക്ഷം BJP പടിപടിയായി വീണ്ടും കയറിക്കൂടാനുള്ള സാധ്യതയുണ്ട്. BRS, അതായത് ചന്ദ്രശേഖര റാവുവിൻ്റെ പാർട്ടിയായ BRSനെ മൊത്തത്തിൽ വിഴുങ്ങാനാണ് BJPയുടെ പ്ലാൻ. പക്ഷേ അതിൽ കുറച്ച് നിയമസഭാ സാമാജികർ കോൺഗ്രസിൻ്റെ അംഗത്വം എടുത്ത് വലിയ രീതിയിൽ തിരിച്ചടി നൽകിയിട്ടുണ്ട്. BRS തെലങ്കാനയുടെ മണ്ണിൽ നിന്നും അവസാനിക്കുന്ന സാഹചര്യമാണ്. ബൈഫർക്കേഷൻ യാഥാർത്ഥ്യമായാൽ, അതായത് ആന്ധ്രയുടെ വിഭജനം യാഥാർത്ഥ്യമായാൽ തങ്ങൾ കോൺഗ്രസിലേക്ക് ലയിക്കുമെന്നൊരു കാലത്ത് പറഞ്ഞ ചന്ദ്രശേഖര റാവു പിന്നീട് മനം മാറ്റുകയും അധികാര കൊതിമൂത്ത് കോൺഗ്രസിനെ പരമാവധി ഉപദ്രവിക്കാനും പ്രവർത്തകരെയും ഓഫീസുകളും അടിച്ചു തകർക്കാൻ ശ്രമിച്ചതും ആരും മറന്നിട്ടൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ റാവുവിൻ്റെ മകൾ കവിത അടക്കമുള്ളവർ എന്ത് ചെയ്യണമെന്നറിയാതെ തേഞ്ഞൊട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ആന്ധ്രയിൽ കോൺഗ്രസ്സിന് ഇനി വളർച്ചയില്ല എന്ന് വിചാരിക്കരുത് എന്നും പടിപടിയായി തിരിച്ചു വരുമെന്നും തെലങ്കാനയിൽ എങ്ങനെയാണോ കോൺഗ്രസ് മേൽവിലാസം തിരികെ നേടിയെടുത്തത് അതുപോലെ തന്നെയായിരിക്കും ആന്ധ്രയിലും ഘട്ടം 1 എന്ന രീതിയിൽ തുടങ്ങുക എന്നതും കൃത്യമായി രേവന്ത് റെഡ്ഡി പറയുകയാണ്. ആന്ധ്രയുടെ കോൺഗ്രസിൻ്റെ ചുമതല കൂടി രേവന്ത് റെഡ്ഡിക്ക് പൂർണ്ണമായി നൽകാൻ തന്നെയാണ് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൃത്യമായും അത് പാലിക്കപ്പെടാതിരുന്നാൽ ഉണ്ടാവുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും അത് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2028 ഇനി തെലങ്കാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. തെലങ്കാനയിൽ കഴിഞ്ഞ കുറി കോൺഗ്രസ് അധികാരത്തിലേറുകയും BRSനെ കവച്ച് പുറത്താക്കുകയും ചെയ്തു. എന്നാൽ BJPയുമായി രഹസ്യ കൂട്ടുകെട്ടുണ്ടാക്കി അധികാരം BJPക്ക് നേടിയെടുത്താലും വേണ്ടില്ല എന്ന് വിചാരിക്കുന്ന റാവുവിനെ കുടുംബത്തെ കൃത്യമായി രാഷ്ട്രീയപരമായി നേരിടാൻ തന്നെയാണ് രേവന്ത് റെഡ്ഡിയുടെ തീരുമാനം. കോൺഗ്രസ് 100 സീറ്റുകളുമായി അധികാരം നിലനിർത്തും എന്നാണ് രേവന്ത് റെഡ്ഡി പറയുന്നത്. തെലങ്കാനയുടെ വികസനത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ആന്ധ്ര പല കാര്യങ്ങളും കേന്ദ്രത്തോട് പറഞ്ഞ് തെലങ്കാനയ്ക്ക് കിട്ടേണ്ട റിസോഴ്സുകൾ, പണ്ട് ആന്ധ്ര ഐക്യത്തോടെ ഇരുന്നപ്പോൾ പ്രധാനമായും കിട്ടിയിരുന്ന റിസോഴ്സുകളുടെ ഭൂരിഭാഗവും ആന്ധ്ര കൊണ്ടുപോവുകയാണ് എന്നൊരു പ്രചരണം കൃത്യമായി ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട്. രേവന്ത് റെഡ്ഡി വളരെ വ്യക്തമായി പറഞ്ഞു, നായിഡു എൻ്റെ രാഷ്ട്രീയ ഗുരുവൊക്കെ ആയിരിക്കാം, ഇപ്പോൾ ഞങ്ങൾ ശത്രു ധ്രുവങ്ങളിലാണ്, അതുകൊണ്ട് തന്നെ ഒരു അലിവും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല